ഹായ്, ഞാൻ ഡോക്ടർ ജീന ബാബുരാജ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് കോൾപ്പോസ്കോപ്പിസ്റ്റ്, വടകര, കോഴിക്കോട്. ഇന്ന് ഞാൻ പാപ്സ്മിയർ റിസൾട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അസ്കസ്? എറ്റിപ്പിക്കൽ സ്ക്വാമസ് സെൽസ് ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് അസ്കസ്. സാധാരണയായി കാണപ്പെടുന്ന അബ്നോർമൽ പാപ്പ് റിസൾട്ടാണ് അസ്കസ്. ഇതിൽ നോർമൽ കോശങ്ങൾ അല്ല, പക്ഷെ അബ്നോർമൽ കോശങ്ങൾ ആണെന്ന് പറയുന്നതിനുള്ള എല്ലാ ക്രൈറ്റീരിയാസും ആ കോശങ്ങൾക്കില്ല. ഇങ്ങനെയുള്ള ഒരു സംശയാസ്പദമായ സിറ്റുവേഷനിലാണ് പതോളജിസ്റ്റ് അല്ലെങ്കിൽ സൈറ്റോ ടെക്നീഷ്യൻസ് അസ്കസ് എന്നുള്ള റിസൾട്ട് തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ HPV DNA ടെസ്റ്റിംഗ് ചെയ്ത് നോക്കേണ്ടതാണ്. HPV DNA ടെസ്റ്റിംഗ് പോസിറ്റീവ് ആണെങ്കിൽ കോൾപ്പോസ്കോപ്പി ടെസ്റ്റ് ഉടൻ തന്നെ ചെയ്യേണ്ടതാണ്. HPV DNA നെഗറ്റീവ് ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞ് പാപ്സ്മിയർ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴും അസ്കസ് എന്ന് തന്നെയാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ കോൾപ്പോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് നോർമൽ എന്നാണെങ്കിൽ ഓരോ വർഷവും ഒരു 3 വർഷം വരെ പാപ്സ്മിയർ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അസ്കസ് എന്ന് എപ്പോഴെങ്കിലും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കോൾപ്പോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുക. ഇല്ല, ഈ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 വർഷവും പാപ്സ്മിയർ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ റൊട്ടീൻ സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് അവരെ കൊണ്ടുവിടാവുന്നതാണ്. ബാക്കിയുള്ള പാപ്സ്മിയർ റിസൾട്ടിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം.